ഹായ്, വെൽക്കം ടു എയ്സഡ് ബി അക്കാഡമി. എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് BSFിൻ്റെ RORM എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ റിട്ടേൺ എക്സാമിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം BSF വിളിച്ചേക്കുന്ന ഒരു എക്സാം ആയിരുന്നു, നേരത്തെ വിളിച്ചിരുന്ന ഒരു എക്സാം ആയിരുന്നു എന്ത്, റേഡിയോ ഓപ്പറേറ്റർ എന്നും റേഡിയോ മെക്കാനിക് എന്നും പറയുന്ന ഈ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ എന്ത് ചെയ്തു, ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ ഓൾറെഡി 2025 വന്ന് ഇതിൻ്റെ ഫിസിക്കൽ ഓൾറെഡി കഴിഞ്ഞതാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു, ഫിസിക്കലായിരുന്നു. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റും ചെസ്റ്റും വെയിറ്റും ഇതേപോലുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യലാണ് എന്ത് PSTയിലൂടെ അന്ന് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഒരു 1600 മീറ്റർ ഓട്ടോ ഉണ്ടായിരുന്നു, ഒരു ലോങ് ജമ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം പാസ്സായിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നു, ഇതിൻ്റെ PET കണ്ടക്ട് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ ഔട്ടായിട്ടുള്ളതാണ്. എത്രയാണ്, 48,511 പേര് എന്ത് ചെയ്തു, ഈ PET ഓൾ ഇന്ത്യയിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടാവൂ, ഈ ഒരു എമൗണ്ടിനകത്ത് കുറച്ച് പേരെ കേരളത്തിൽ നിന്നും പാസ്സായിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ എക്സാം നമുക്കറിയാം ഒരുപാട് നാളായില്ലേ നിങ്ങളുടെ ഫിസിക്കലെല്ലാം കഴിഞ്ഞ്. ഇപ്പം ഇതിൻ്റെ എക്സാം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കുറേ പേരും തണുത്ത് പോയിട്ടുണ്ടാവും ഇല്ലേ, എങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷനൊന്നും കറക്റ്റായിട്ട് ഇല്ലാണ്ട് നമുക്കിതിനൊരു പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കോഴ്സോ ഒന്നും നമുക്ക് എവിടെയും ഇല്ല. വേറൊരു എക്സാമിൻ്റെ പോലെ ഇപ്പം ഗ്രൂപ്പ് ഡിയോ അല്ലെങ്കിൽ GDയോ ഒക്കെ ആ എക്സാമിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോമൺ സിലബസ് ആണ്. നമ്മൾ പഠിക്കുന്ന ഏകദേശം SSCയുടെ സിലബസ് ഒക്കെ തന്നെയാണ് എന്ത് പഠിക്കാനുള്ളത്. പക്ഷെ നമുക്ക് എന്താണ് ഈ RORM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ വ്യത്യാസമുണ്ട്. എന്തൊക്കെ വ്യത്യാസമാണുള്ളത് അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെ വ്യത്യാസമാണ് നമ്മുടെ RORMൻ്റെ സിലബസിനുള്ളത്. നമുക്കിതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് 40 ക്വസ്റ്റ്യൻ ഉണ്ട്. 100 മാർക്കിനാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 40 ക്വസ്റ്റ്യനും ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. 20 ക്വസ്റ്റ്യൻ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ബാക്കി 20 ക്വസ്റ്റ്യൻ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അടുത്ത 20 ക്വസ്റ്റ്യനാണ് എന്ത്, നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ GKയിൽ നിന്ന് 20 ക്വസ്റ്റ്യനേ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്, സയൻസ് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് 80 ക്വസ്റ്റ്യനും. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക്, 160 മാർക്കിനും എന്താണ് സയൻസ് ആണ് ചോദിക്കുന്നത്. 40 മാർക്കിനായിരിക്കും നമുക്ക് GK പ്ലസ് കറണ്ട് അഫയർ പ്ലസ് ജനറൽ GK പ്ലസ് കറണ്ട് അഫയർ പ്ലസ് ഇംഗ്ലീഷ്. ഈ 3 ടോപ്പിക്കും നമുക്ക് എത്ര മാർക്കിനായിരിക്കും, 20 ക്വസ്റ്റ്യൻ 40 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേറെ എക്സാം പോലല്ല ഇതിനപ്പം നമ്മളിങ്ങനെ എക്സാം വൈകും തോറും എന്ത് ചെയ്യും, ആൾക്കാർ ഇത് പഠിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, തണുത്തിട്ട് ഇതിന് എന്ന് വിളിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു എക്സാം ആണോ? കാരണം എന്താണ്, ഇതൊരു ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ്. ഇതിനകത്തുള്ള 1121 അല്ല, ഇതിനകത്ത് ജനറൽ എത്ര വേക്കൻസി ഉണ്ടോ അത്രയും വേക്കൻസിയിലേക്ക് നമുക്ക് എന്താണ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണിത്. എത്ര വേക്കൻസി ഉണ്ട്, കാരണം ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷനാണ്. കഴിഞ്ഞ തവണ 200-ൽ 93 ഉള്ള കട്ട് ഓഫ് വന്ന എങ്ങനെയുണ്ട്, വർഷങ്ങളുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ 93. പക്ഷെ അന്നൊരു ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അന്ന് ആദ്യമേ എന്തായിരുന്നു, എക്സാമും പിന്നെ ഫിസിക്കലും ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് കട്ട് ഓഫ് നല്ല കുറവായിരിക്കും വരിക. പക്ഷെ ഈ തവണ എന്താണ് വന്നത്, ഇത്തവണ ആദ്യം ഫിസിക്കൽ നടന്നിട്ട് ഫിസിക്കൽ ഈ തവണ എല്ലാ തവണ ഉള്ളതിനേക്കാൾ ലിബറലായിട്ടാണ് ഫിസിക്കൽ നടന്നത്. ലിബറൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഓടാനുള്ള ടൈം കൂടുതലായിരുന്നു, ചാടാനുള്ള ദൂരം കുറവായിരുന്നു. അപ്പം എന്താണ്, പാസ്സാവാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഈ തവണ കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്കൊരു 45,000 പേരുടെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇന്ത്യയിലെ ബാക്കി എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ ഈ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പം നമുക്ക് എന്താണ്, പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണിത്. നമുക്ക് സിലബസ്, ഈ എക്സാമിൻ്റെ എന്താണ് പാറ്റേൺ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി ഇതിൻ്റെ സിലബസ് ഞാനൊന്ന് പറയാം. ഈ സിലബസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ ഗുണം എന്ന് വെച്ചാൽ PET പാസ്സായി നിൽക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് ആണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇതിൻ്റെ
ഫിസിക്സിൻ്റെ ടോപ്പിക്സ് നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് +1 +2 നമ്മൾ പഠിക്കുന്ന സെയിം ഒരു മാറ്റവും വരുന്നില്ല. എന്ത് ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ. +1 നമ്മൾ എന്തൊക്കെ ഫിസിക്സിൽ പഠിച്ചോ ചാപ്റ്ററിൻ്റെ പേര് പോലും മാറുന്നില്ല. അതുപോലെ തന്നെയാണ് എന്ത് നമുക്കിവിടെ വരുന്നത്, ചാപ്റ്ററിൻ്റെ പേരുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ വരും. പക്ഷേ മാറ്റമുണ്ട്. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എങ്ങനെ ക്രാക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷിലാണ്. പക്ഷേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്സിൻ്റെ സിലബസ് നോക്കിയേ, സെറ്റ്, റിലേഷൻ, ട്രിഗണോമെട്രി, ലീനിയർ ഇനീക്വാലിറ്റി, പെർമുട്ടേഷൻ, ബൈനോമിയൽ തിയറം, പ്രോബബിലിറ്റി. എന്ന് വെച്ചാൽ നമ്മൾ +1 +2 എന്ത് പഠിച്ചോ ഒരു മാറ്റവും ഇല്ല. അതാ നോക്കിയേ, കെമിസ്ട്രി. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടോ എങ്ങനെ ആയാലും നിങ്ങൾ ആ സിലബസ് ഒന്ന് നോക്കിയേ. ഈ കണ്ടന്റ് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ AZB അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BSF RORM 2026. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, സിലബസ് ബേസ്ഡ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, എക്സ്പേർട്ട് ഫാക്കൽറ്റിയുടെ സപ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും ഈ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ BSF RORM അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെങ്കിൽ അവർക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ കിടപ്പുണ്ട്, എങ്ങനെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അവരെ ഒന്ന് അറിയിക്കുക. കാരണം BSF HCM എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, ASIയുടെ HCM ASI എന്നും പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെയും ഫിസിക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മുടെ എക്സാം ടെൻറ്റേറ്റീവ് റിട്ടേൺ ഡേറ്റ് നമുക്ക് September 1 എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ വരാൻ സാധ്യത ഏതാണ്, RORM ഇത് കഴിഞ്ഞാൽ ഉടനെ സെപ്റ്റംബർ കഴിഞ്ഞ പാടെ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഈ കൊല്ലം തന്നെ സെപ്റ്റംബർ കഴിഞ്ഞ പാടെ നമുക്ക് RORMൻ്റെ എക്സാം വരാൻ സാധ്യതയുണ്ട്. സിലബസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഇതിൽ ഒരുപാട് നാളിങ്ങനെ ലാഗ് വന്നതുകൊണ്ടും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതേപോലെ തണുത്തു പോയിട്ടുണ്ടാവും. ആ ഒരു ചാൻസ് നമ്മൾ ഗ്രാബ് ചെയ്യണം, മനസ്സിലായോ? ആ ഒരു ചാൻസ് നമ്മൾ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. RORMനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിനകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടീമിനുള്ള എല്ലാ റിപ്ലൈയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.